ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഡെയിലി വ്ളോഗിലാണ് കേട്ടോ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചെറുതായിട്ട് ടിക്ടോക്ക് മാതിരിയുള്ള വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു, ഒരുപാട് ആൾക്കാർ മോശം അഭിപ്രായം പറഞ്ഞു. എന്നാലും കൂടുതൽ ആൾക്കാരും എന്നോട് റിക്വസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡെയിലി വ്ളോഗ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് ആ ടിക്ടോക്ക് മാതിരിയുള്ള വീഡിയോസ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡെയിലി വ്ളോഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് ആണ് കേട്ടോ FBയിലും ഇൻസ്റ്റഗ്രാമിലും ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതേ ഫോളോവേഴ്സ് തന്നെ ആദ്യം ഒരിക്കൽ എന്നോട് വെറൈറ്റി വീഡിയോസ് ചെയ്യൂ ശ്രേയ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയിട്ടായിരുന്നു ഞാൻ അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതാ ഇപ്പോൾ ഡെയിലി വ്ളോഗിലേക്ക് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നും ഇതുപോലത്തെ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് മടുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ ടിക്ടോക്ക് മാതിരിയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ഫോളോവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗും ചെയ്യണം, അതുപോലത്തെ വെറൈറ്റി വീഡിയോസും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ രണ്ടും അംഗീകരിക്കുന്നു. ഇതുപോലത്തെ ഡെയിലി വ്ളോഗ്സും വെറൈറ്റി വീഡിയോസും ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് എൻ്റെ കൂടെ വേണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ഒരു മോർണിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇന്നൊരു 5:45 ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഏട്ടന് 7 മണിയാകുമ്പോൾ തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഇത്ര നാൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. അപ്പം ഇന്ന് തൊട്ട് ഞാനാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീടാണ്, സ്വന്തം അമ്മയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം അമ്മക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ ഞാൻ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഈ ഒരു മെൻറ്റാലിറ്റി ഇനി അങ്ങോട്ടേക്കും വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഉണ്ടാവട്ടെ. കുക്കിങ്ങിലൊന്നും ഞാൻ വലിയ എക്സ്പേർട്ട് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഏട്ടന് അമ്മ തന്നെ ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്